എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 24-ാമത്തെ സർഗത്തില് 26 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പറയാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ആ ഭീകരമായിട്ടുള്ള വനം അത് വളരെ നല്ലൊരു പ്രദേശമായിരുന്നു. അവിടെ മലതമെന്നും കാരൂഷമെന്നും പറഞ്ഞ ആ സ്ഥലത്ത് ധാരാളം ആൾക്കാർ തിങ്ങി നിറഞ്ഞ് താമസിച്ചിരുന്നു. പിന്നീട് അത് ഇല്ലാതെയായി. അതിന് കാരണം കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയതാണ്. കസ്യചിത്വധകാലസ്യ, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കരിയായിട്ടുള്ള ഒരു യക്ഷിണി വന്ന് താമസിക്കേണ്ടായി എന്ന് പറഞ്ഞു. നമുക്ക് 26-ാമത്തെ ശ്ലോകം നോക്കാം. ബലം നാഗസഹസ്രസ്യ ധാരയന്തി തദാഹ്യഭൂത് താടകാ നാമ ഭദ്രം തേ ഭാര്യ സുന്ദസ്യ ധീമത. ആ ഭീകരിയായിട്ടുള്ള രാക്ഷസി, അവൾക്ക് 1000 ആനയുടെ ബലമുണ്ടായിരുന്നു. അതാണ് ബലം നാഗസഹസ്രസ്യ ധാരയന്തി. നാഗം എന്നുള്ളതിന് ആന എന്നാണ് അർത്ഥം. 1000 ആനയുടെ, നാഗസഹസ്രസ്യ ബലം ധാരയന്തി, 1000 ആനകളുടെ ബലത്തെ ധരിക്കുന്നവളായിരുന്നു ആ ഭയങ്കരിയായിട്ടുള്ള യക്ഷിണി. അവളുടെ പേരെന്താണ്? യക്ഷിണി എന്നുണ്ടെങ്കിൽ രക്ഷിണി, രാക്ഷസി എന്നൊക്കെ തന്നെയാണ് അർത്ഥം. അവളുടെ പേരാണ് താടക എന്ന്. താടക നാമ ഭദ്രം തേ ഭാര്യ സുന്ദസ്യ ധീമത. അവള് സുന്ദൻ എന്ന് പറഞ്ഞ അസുരന്റെ, രാക്ഷസന്റെ ധീമാനാണ്. വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളായിരുന്നു സുന്ദൻ. സുന്ദനെ പറ്റിയിട്ട് എവിടെയും വർണ്ണനയൊന്നുമില്ല. സുന്ദൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്നോ മറ്റുള്ളവരെ ആക്രമിക്കുന്ന ആളായിരുന്നു എന്നൊന്നും പറയണില്ല. സുന്ദന്റെ ഭാര്യയാണ് താടക എന്ന് മാത്രമേ പറയണുള്ളൂ. താടക എല്ലാവരെയും ആക്രമിക്കുന്നവളായിരുന്നു. അവൾക്ക് 1000 ആനകളുടെ ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള താടക ആ കാട്ടിൽ വസിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. അതുകൊണ്ടാണ് പിന്നെ അവിടെ ആൾക്കാരൊന്നും താമസിക്കാൻ പോവാഞ്ഞത് എന്നാണ് വിശ്വാമിത്രൻ പറയാൻ പോണത്. ഈ സുന്ദന്റെ ഭാര്യയായിട്ടുള്ള താടക, അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട്, സുന്ദനും താടകയ്ക്കും കൂടിയിട്ട് ഒരു പുത്രൻ ജനിച്ചു. അതാണ് 27-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. മാരീചോ രാക്ഷസഃ പുത്രോ യസ്യ ശക്രപരാക്രമ വൃത്തബാഹുർമഹാശീർഷോ വിപുലാസ്യ തനുർമഹാൻ. അടുത്ത ശ്ലോകം കൂടി പറയാം. രാക്ഷസോ ഭൈരവാകാരോ നിത്യം ത്രാസയതേ പ്രജാഃ ഇമൗ ജനപദോ നിത്യം വിനാശയതി രാഘവ. ആ സുന്ദനും അതുപോലെ താടകയ്ക്കും കൂടിയിട്ട് ജനിച്ച പുത്രനാണ് മാരീചൻ. മാരീചോ രാക്ഷസഃ പുത്രോ, ഒരു രാക്ഷസ ജന്മം തന്നെയായിരുന്നു മാരീചനും. ആ രാക്ഷസൻ, മാരീച രാക്ഷസൻ, അയാൾക്ക് ശക്രപരാക്രമം പോലും ഉണ്ടായിരുന്നു. ശക്രന്റെ പരാക്രമം ഇന്ദ്രനെ പോലെ തന്നെ വലിയ പരാക്രമശാലിയായിരുന്നു. അതായത് നല്ല ശക്തിയും തന്റേടവും മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ഔത്സുക്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മാരീചൻ. അതാണ് വൃത്തബാഹു. വൃത്തബാഹു എന്നൊക്കെ പറഞ്ഞാല് നല്ല ശക്തമായിട്ടുള്ള, കഠിനമായിട്ടുള്ള ഉരുക്കുമുഷ്ടി, അത് വലിയ കൈകളും, അതുപോലെ മഹാശീർഷ, വലിയ തലയും തലമുടിയും, ചപ്രപറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തലമുടി, രാക്ഷസന്മാര് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന തരത്തിലുള്ള തലയും തലമുടിയും ഒക്കെ ഉണ്ടായിരുന്നു. വിപുലാസ്യ തനുർമഹാൻ, വലിയ മുഖം, അതുപോലെ തന്നെ വലിയ ശരീരം, അങ്ങനെയൊക്കെയുള്ള ഒരു രാക്ഷസ പുത്രനായിരുന്നു മാരീചൻ. സുന്ദനും താടകയ്ക്കും പിറന്ന ശക്രപരാക്രമനായിട്ടുള്ള ഒരു രാക്ഷസനായിരുന്നു മാരീചൻ. മാരീചൻ എല്ലാവരെയും ആക്രമിച്ചിരുന്നു. സുന്ദൻ ആരെയും ആക്രമിച്ചതായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ താടകയ്ക്കുണ്ട് ആ ആക്രമണ സ്വഭാവം. അതേപോലെ തന്നെ പുത്രനായിട്ടുള്ള മാരീചനും എല്ലാവരെയും ആക്രമിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയണത്. അവരെന്താ ചെയ്തത്? അതാണ് 28-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. രാക്ഷസനായിരുന്നു, ഭൈരവാകാരനായിരുന്നു. പറയണ്ടല്ലോ, പേടിയാവുന്ന ശരീരാണ്, വലിപ്പമുള്ള കയ്യ്, കാല്, തല. അത് സാധാരണ ഒരു മനുഷ്യന്റെ ശരീരത്തിലൊരു പരസ്പരം ഒരു അളവുണ്ടല്ലോ. തലയ്ക്ക് ഇത്ര വലിപ്പം, അതിന് ഉചിതമായിട്ടുള്ള കയ്യ്, കാല്, അങ്ങനെയൊക്കെയുള്ള ഒരു വലിപ്പം മാത്രമേ നമുക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ കൂടുതൽ വലിപ്പമുള്ളതായിട്ടുള്ള കയ്യും കാലും തലയൊക്കെ കണ്ടാൽ എല്ലാവർക്കും പേടിയാവും. അതുകൊണ്ട് തന്നെയാണ് ഭൈരവാകാരം എന്ന് പറഞ്ഞത്, ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു രൂപവും. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു? നിത്യം ത്രാസയതേ പ്രജാഃ, ഇവിടെ താമസിച്ചിരുന്ന ജനങ്ങളെ മുഴുവനും, ഈ മലത കരൂഷങ്ങളിൽ താമസിച്ച അല്ലെങ്കിൽ അതിന്റെ അടുത്ത പരിസരത്ത് താമസിച്ച എല്ലാ ജനങ്ങളെയും ഈ മാരീചൻ പേടിപ്പിക്കാറുണ്ടായിരുന്നു.
അങ്ങനെ പേടിപ്പിച്ച് ജനങ്ങളെയൊക്കെ ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു? ഇമൗ ജനപദൗ നിത്യം വിനാശയതി രാഘവ. ഈ 2 ജനപദങ്ങളെയും ഈ മാരീചൻ നശിപ്പിക്കുകയാണ്. പണ്ടും നശിപ്പിച്ചു, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മാരീചന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല സുന്ദരമായിട്ടുള്ള 2 പ്രദേശങ്ങൾ മാറിയിട്ട് കൊടുങ്കാടായി തീർന്നു. അവിടെ രാക്ഷസന്മാരാണ് ഇപ്പൊ താമസിക്കണത്. പ്രത്യേകിച്ച് താടക താമസിക്കണു. താടകയ്ക്കും സുന്ദരം ജനിച്ചവനായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള മാരീചൻ സകല ജനങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് ഈ കാട്ടിൽ ഇങ്ങനെ ഇപ്പോഴും വസിക്കുകയാണ്, പ്രജകളെയൊക്കെ പേടിപ്പിച്ചിട്ട്. അതാണ് വിനാശയതി. വിനാശയതി എന്ന് പറഞ്ഞാല് ഇപ്പോ വർത്തമാനകാല ക്രിയയാണ്. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ജനപദം മുഴുവനും ഇവര് കാരണം നശിച്ചുപോയി. അതാണ് മലദാംശ്ച കരൂഷാംശ്ച താടകാ ദുഷ്ടചാരിണി സേയം പന്ഥാനമാവൃത്യ വസത്യത്യർദ്ധയോജനേ. അതാണ് 29ാമത്തെ ശ്ലോകം. ഈ മലദം കരൂഷം എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒട്ടാകെ കൈയടക്കി വച്ചിരിക്കുകയാണ് താടക. അതാണ് മലദാംശ്ച കരൂഷാംശ്ച, മലദദേശങ്ങളെയും കരൂഷദേശങ്ങളെയും താടക ദുഷ്ടചാരിണി, ദുഷ്ടചാരിണിയായിട്ടുള്ള ചീത്ത പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവളായിട്ടുള്ള താടക അതിനെ മുഴുവനും തൻ്റെ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ്. അവിടേക്ക് വേറെ ആരെയും പ്രവേശിപ്പിക്കില്ല. തൻ്റെ ഇഷ്ടത്തിന് നടക്കും, ആൾക്കാരെ ഉപദ്രവിക്കും, കൊല്ലും, ഭക്ഷിക്കും, അങ്ങനെയൊക്കെ നടക്കുകയാണ് അവിടെ. അതാണ് സേയം പന്ഥാനമാവൃത്യ വസത്യത്യർദ്ധയോജന എന്ന് പറഞ്ഞാല് ഈ മാർഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ കാടിന് ചുറ്റുമുള്ളതായ പ്രദേശം ഏതാണ്ട് ഒരു 1.5 യോജന, 1 + 1 അര, അതാണ് 1.5 യോജന. 12 നാഴികയാണ്. ആ 12 നാഴികയോളം വഴിയൊക്കെ കീഴടക്കിയിട്ട് തൻ്റെ പ്രദേശമാക്കിയിട്ട് തൻ്റെ ആവാസസ്ഥാനമാക്കിയിട്ട് അവിടെ ഭരിച്ചുകൊണ്ട് നടക്കുകയാണ് താടക. അവിടേക്ക് വേറെ ആർക്കും പ്രവേശനമില്ല തന്നെ. അതാണ് സേയം പന്ഥാനം ആവൃത്യ. ഈ വഴി അടക്കമുള്ളതായിട്ടുള്ള ഒരു 12 യോജന പ്രദേശത്താണ് താടക വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതയേവ ച ഗന്തവ്യം താടകായാവനം യത സ്വബാഹുബലമാശ്രിത്യ ജഹീമാം ദുഷ്ടചാരിണീം. അതാണ് 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ കാട്ടിലേക്ക് പ്രവേശിക്കാം. അതയേവ ച ഗന്തവ്യം, അതുകൊണ്ട് തന്നെ താടകായാഹ വനം ഗന്തവ്യം യതഃ, താടക താമസിക്കുന്നതായ ഈ കാട്ടിലേക്ക് നമുക്കിനി പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അല്ലയോ രാമ, അങ്ങ് ഈ കാട്ടിലേക്ക് പ്രവേശിക്കുക തന്നെ വേണം. യതഃ, എന്തുകൊണ്ടെന്നാൽ, എന്തിനാണ് നമ്മൾ എല്ലാവരും കൂടി കാട്ടിലൂടെ തന്നെ പോകണം എന്ന് പറഞ്ഞത്? സ്വബാഹുബലമാശ്രിത്യ ജഹീമാം ദുഷ്ടചാരിണീം, ഇമാം ദുഷ്ടചാരിണീം ജഹി, അങ്ങയുടെ കയ്യൂക്കുകൊണ്ട് ഈ താടകയെ, ഈ ഭയങ്കരിയായിട്ടുള്ള രാക്ഷസിയെ ഇല്ലാതെയാക്കിയാലും വധിച്ചാലും എന്ന് വിശ്വാമിത്രൻ ശ്രീരാമനോട് ആവശ്യപ്പെടുകയാണ്. അതായത് ഇനി ഈ കാട്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോണത്. ആ കാട്ടിലാണ് താടക താമസിക്കുന്നത്. താടകയെ വധിക്കണം, എന്നാലേ ഈ ഒരു പ്രദേശത്തിന് ഇനിയൊരു ജീവിതം ഉണ്ടാവുള്ളൂ, അവിടേക്ക് ജനങ്ങളൊക്കെ വന്ന് താമസിക്കുള്ളൂ. ഈ ഭയങ്കരിയായിട്ടുള്ള രാക്ഷസിയെ പേടിച്ചുകൊണ്ട് ആരും ആ വഴിക്കൊന്നും പോവാറില്ല. തുഞ്ചത്താചാര്യൻ എഴുതിയതുപോലെ അവളെ പേടിച്ചത് വഴിയാരും നടപ്പീല. അവളെ പേടിച്ചിട്ട് ആ വഴി കൂടെ ആരും നടക്കാറില്ല, അതിൻ്റെ അകത്തേക്ക് പോവാറില്ല. ആ കാട് മുഴുവനും അവളുടെ വിജന ആവാസ കേന്ദ്രമാണ്. അവിടെ ഇരുന്ന് ഭരിക്കുകയാണ്, ആൾക്കാരെ ഉപദ്രവിക്കുകയാണ്. അതിന് ഒരു അറുതി വരുത്തേണ്ടത് അങ്ങ് തന്നെയാണ് രാമ. അങ്ങയുടെ കയ്യൂക്ക് കൊണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ത്രം പ്രയോഗിച്ചിട്ട് താടകയെ വധിക്കുക തന്നെ വേണം എന്നർത്ഥം. 31ാമത്തെ ശ്ലോകം നോക്കാം. മന്നിയോഗാദിമം ദേശം കുരു നിഷ്കണ്ടകം പുനഃ നഹി കശ്ചിദിമം ദേശം ശക്തോ ഹ്യാഗന്തുമീദൃശം. മന്നിയോഗാത്, എന്റെ നിയോഗമനുസരിച്ച്, അതായത് ഞാൻ കൊണ്ടുവന്നതാണല്ലോ എന്ന് വിശ്വാമിത്രൻ പറയാണ്. എൻ്റെ ഒരു നിയോഗമനുസരിച്ച് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഈ ഒരു കാട്ടിലൂടെ കൊണ്ടുവന്നു. അത് അനുസരിച്ചുകൊണ്ട് മന്നിയോഗാത് ഇമം ദേശം കുരു നിഷ്കണ്ടകം പുനഃ ഇമം ദേശം നിഷ്കണ്ടകം കുരു, ഈ പ്രദേശത്തെ ഇനിയും നിഷ്കണ്ടകമാക്കി തീർക്കൂ. നിഷ്കണ്ടകം എന്ന് പറഞ്ഞാല് ഈ കണ്ടകം എന്നൊക്കെ പറഞ്ഞാൽ മുള്ള് എന്നാണ് അർത്ഥം. മുള്ളുകളൊക്കെ നീക്കി ആവാസയോഗ്യമാക്കി തീർക്കൂ എന്ന് പറയാണ്
മുള്ളുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് മാരീചനും സുന്ദനും താടകയും ഒക്കെയാണ്. അവരെയൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് ഈ ഒരു പ്രദേശത്തെ പഴയതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവാസയോഗ്യമാക്കി തീർക്കൂ എന്ന് ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയൊക്കെയാണ് വിശ്വാമിത്രൻ ചെയ്യണത്. നഹി കശ്ചിതിമം ദേശം ശക്തോ ഹ്യാഗന്തും ഈദൃശം. ഈ ഒരു പ്രദേശത്തേക്ക് പുറമേ നിന്ന് വരണ ഒരാൾക്ക് ഇപ്പോഴും പ്രവേശിക്കാൻ സാധ്യമല്ല. അതാണ് നഹി കശ്ചിതിമം ദേശം. ഈ ഒരു ദേശത്തേക്ക് ആഗന്തും ഈദൃശം ആഗന്തും ന ശക്തം ഹി ശക്തോ ഹി. ഈ ഒരു യക്ഷിണി ഉള്ളത് കൊണ്ട് പുറമേ നിന്ന് ഒരാൾക്ക് പോലും ഈ പ്രദേശങ്ങളിലേക്ക് വരാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് 32ാമത്തെ ശ്ലോകം കൂടി നോക്കാം. യക്ഷിണ്യാ ഘോരയാ രാമ ഉത്സാദിതമസഹ്യയാ ഏതത്തെ സർവമാഖ്യാതം യഥൈതദ്ദാരുണം വനം യക്ഷ്യാചോത്സാദിതം സർവമദ്യാപി ന നിവർത്തതേ. ആ കഥ ഞാനിവിടെ പറഞ്ഞു തീർക്കുകയാണ്. ഞാൻ കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി പ്രവർത്തിക്കേണ്ടതൊക്കെ ശ്രീരാമന്റെ ഇച്ഛ പോലെയാണല്ലോ. അപ്പൊ അതാണ് പറയണത്. യക്ഷിണ്യാ ഘോരയാ രാമ ഉത്സാദിതം അസഹ്യയാ. അസഹ്യയാ ഘോരയാ യക്ഷിണ്യാ താടകയാ ഇമം ഉത്സാദിതം. ഈ സുന്ദരമായിട്ടുള്ള പ്രദേശത്ത് ഘോരരൂപിണിയായിട്ടുള്ള, ഏറ്റവും പേടിപ്പെടുത്തുന്ന, എല്ലാവരെയും ആക്രമിക്കുന്നവളായിട്ടുള്ള ആ യക്ഷിണി അഥവാ താടക താമസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ഈ കഥയൊക്കെ പറഞ്ഞു തരണത് എന്തിനാണെന്ന് അറിയാലോ എന്നുള്ളത് പോലെ വാക്കാലെ പിന്നെ പറയണില്ല. അതാണ് ഏതത്തെ സർവമാഖ്യാതം. ഞാൻ എല്ലാം ഇപ്പൊ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇവിടെയുള്ള സ്ഥിതിയും പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നു. ഇപ്പൊ ഇത് ദാരുണമായിട്ടുള്ള ഒരു വനമാണ്, ആർക്കും പ്രവേശനമില്ലാത്ത ഒരു വനം. അത് യക്ഷ്യാചോത്സാദിതം സർവമദ്യാപി ന നിവർത്തതേ. അതുകൊണ്ട് ആർക്കും പ്രവേശനമില്ല, ആർക്കും അവിടേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. യക്ഷിണിയാണ് ഇവിടെ തൻ്റെ സാമ്രാജ്യമായിട്ട് അടക്കി വാണുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗം അവസാനിപ്പിക്കുകയാണ്. കഥകൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. മലതമെന്നും കരൂഷമെന്നും പേരുണ്ടായിരുന്ന ആ പ്രദേശം എങ്ങനെയാണ് ഭയങ്കര വനമായി തീർന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ബാക്കി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ശ്രീരാമൻ എന്താ ചെയ്യാൻ പോണത് എന്നുള്ളതൊക്കെ 25ാമത്തെ സർഗത്തിൽ കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ബലം നാഗസഹസ്രസ്യ ധാരയന്തി തദാഹ്യഭൂത് താടകാ നാമ ഭദ്രം തേ ഭാര്യ സുന്ദസ്യ ധീമത മാരീചോ രാക്ഷസഃ പുത്രോ യസ്യാശക്രപരാക്രമ വൃത്തബാഹുർമഹാശീർഷോ വിപുലാസ്യ തനുർമഹാൻ രാക്ഷസോ ഭൈരവാകാരോ നിത്യം ത്രാസയതേ പ്രജാഃ ഇമൗ ജനപദൗ നിത്യം വിനാശയതി രാഘവ മലദാംശ്ച കരൂഷാംശ്ച താടകാ ദുഷ്ടചാരിണീ സേയം ബന്ധാനമാവൃത്യ വസത്യത്യർദ്ധയോജനേ അതയേവ ച ഗന്തവ്യം താടകായാ വനം യത സ്വബാഹുബലമാശ്രിത്യ ജഹീമാം ദുഷ്ടചാരിണീം മന്ദിയോഗാദിമം ദേശം കുരു നിഷ്കണ്ടകം പുനഃ നഹി കശ്ചിദിമം ദേശം ശക്തോ ഹ്യാഗന്തുമീദൃശം യക്ഷിണ്യാ ഘോരയാ രാമ ഉത്സാദിതമസഹ്യയാ ഏതത്തെ സർവമാഖ്യാതം യഥൈതദ്ദാരുണം വനം യക്ഷ്യാചോത്സാദിതം സർവം അദ്യാപി ന നിവർത്തതേ. ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു സർഗം അവസാനിച്ചതുപോലെയാണ് തോന്നുക. അത് കഴിഞ്ഞിട്ട് വിശ്വാമിത്രൻ ഒന്നും പറയണില്ല. യക്ഷിണി ഈ സ്ഥലത്തെ മുഴുവനും സ്വന്തമാക്കി വച്ചിരിക്കുകയാണ് രാമ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നിർത്തുകയാണ്. അതുകൊണ്ട് അവളെ വധിക്കൂ എന്നൊന്നും ഈ സർഗത്തില് പറയുന്നില്ല. ഇനി മലതങ്ങളും കരൂഷങ്ങളും എന്നൊക്കെ പറഞ്ഞ പ്രദേശം വളരെ വളക്കൂറുള്ളതും ധനധാന്യ സമ്പന്നങ്ങളുമായിരുന്നു എന്ന് പറഞ്ഞുല്ലോ. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, വൃത്രാസുരനെ വധിക്കുക എന്നുള്ളത് കൊണ്ട് മേഘത്തിൽ നിന്ന് മഴ പെയ്യിക്കുക എന്നൊരർത്ഥം വേദങ്ങളിലൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. അപ്പോ ആ മലത കരൂഷങ്ങളിലേക്ക് നന്നായിട്ട് മഴ പെയ്തു എന്നും മഴയുടെ സാന്നിധ്യം കൊണ്ടാണ് അവിടെ കുറെ കാലം ജനങ്ങൾ താമസിച്ചതും ധനധാന്യ സമ്പന്നത ആ നാടിന് വന്നതും കൃഷിയൊക്കെ ചെയ്തിട്ട് നല്ല ഒന്നാന്തരം ഒരു പ്രദേശമായിട്ടായിരുന്നു അത് വളർന്നു വന്നത്. പിന്നീടാണ് ഈ യക്ഷിണിയായിട്ടുള്ള താടകയുടെ സാന്നിധ്യം കാരണം അവിടേക്ക് ആരും വരാതെയായത്. എല്ലാവരും പേടിച്ച് അവിടെ നിന്ന് മാറി നിന്നതും വലിയ കാടായി തീർന്നതും. ബാക്കി ഭാഗങ്ങള് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.